പ്രവാചകനിലേക്ക് മടങ്ങുകയാണ് വേണ്ടത്. അള്ളാഹുവിലേക്ക് എത്തിപ്പെടാൻ പ്രവാചകനിലേക്ക് മടങ്ങുകയാണ് വേണ്ടത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മടങ്ങുക, അള്ളാഹുവിന്റെ റസൂലിന്റെ നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ അംഗീകരിക്കുക. അങ്ങനെ അംഗീകരിക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സർവ്വ കാര്യത്തിലും അവന് ഹബീബായ നബിയിൽ മാതൃകയുണ്ട്, എല്ലാ വിഷയങ്ങളിലും മാതൃകയുണ്ട്. എങ്ങനെയാണ് ഒരു മുസ്ലിം അള്ളാഹുവിന്റെ റസൂലിലേക്ക് മടങ്ങേണ്ടത്? അള്ളാഹുവിന്റെ ഹബീബിനെ അക്ഷരാർത്ഥത്തിൽ പിൻപറ്റിക്കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതം, അവിടുത്തെയുടെ കോലം, അവിടുത്തെയുടെ രൂപം, അവിടുത്തെയുടെ ശൈലി, അവിടുത്തെയുടെ സംസ്കാരം, അവിടുത്തെയുടെ ജീവിതക്രമം, അവിടുന്ന് ഏതെല്ലാം നിലയിൽ എന്തെല്ലാം കാര്യങ്ങളിൽ എന്തെല്ലാം സമീപനങ്ങളാണോ സ്വീകരിച്ചത്, അത് മാത്രമാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മാർഗദർശനമായിട്ടുള്ളത്. അത് മാത്രമാണ് എന്ന പൂർണ്ണമായ ബോധ്യത്തോടുകൂടി പ്രവാചകനിലേക്ക് മടങ്ങുക, അള്ളാഹിന്റെ റസൂലിനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക. ഹൃദയത്തിൽ ഇപ്പോൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന തമ്പുരാക്കന്മാരുണ്ടല്ലോ മക്കളെ, പല തമ്പ്രാക്കന്മാരെയും മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, പല തമ്പ്രാക്കന്മാരെയും ഹൃദയത്തിന്റെ മൂലകളിൽ നാം വെച്ചിട്ടുണ്ട്. ആ തമ്പ്രാക്കന്മാരെ ഒക്കെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയുക മക്കളെ, അതാണ് വേണ്ടത്. യഥാർത്ഥ മുസ്ലിം ആവുക. നിന്റെ നേതാവ് ആരാണ്? ഒരൊറ്റ ചോദ്യം, ഒരൊറ്റ മറുപടി. നേതാവ് ആരാണ് മുസ്ലിമിനെ സംബന്ധിച്ച്? MS നേതാവാണോ? നായനാർ നേതാവാണോ? അച്യുതാനന്ദൻ നേതാവാണോ? ആന്റണി നേതാവാണോ? കരുണാകരൻ നേതാവാണോ? ശ്രീനിവാസൻ നേതാവാണോ? വാസുദേവൻ നായർ നേതാവാണോ? ശിഹാബ് തങ്ങൾ നേതാവാണോ? സേതു സാഹിബ് നേതാവാണോ? ആരാണ് മക്കളെ നേതാവ്? മൗദലി നേതാവാണോ? ആർക്കെങ്കിലും നേതാവാകാനുള്ള യോഗ്യത ഉണ്ടോ? ഒരു മുസ്ലിമിന് ഒറ്റ നേതാവേ ഉള്ളൂ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഹൃദയത്തിൽ നാം വളരെ വ്യക്തമായി ഉറപ്പിക്കേണ്ട തീരുമാനമാണത്. അബ്ദുൽ നാസർ മൗദലിയുടെ നേതാവാകാൻ, എന്റെ മുന്നിലിരിക്കുന്ന ആയിരങ്ങളുടെ നേതാവാകാൻ, കേരള സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ നേതാവാകാൻ, ഇന്ത്യ രാജ്യത്തെ കോടിക്കണക്കിന് മുസ്ലിങ്ങളുടെ നേതാവാകാൻ, ലോകത്തെ കോടാനുകോടി മുസ്ലിങ്ങളുടെ നേതാവാകാൻ യോഗ്യതയുള്ള ഒരൊറ്റ ഒരാളാണ് മക്കളെ. മാർക്സ് അല്ല, ലെനിനല്ല, കാർലിനല്ല, മാവോ അല്ല, ഡെങ്കാവോ പിങ്ങല്ല, ഗാന്ധി അല്ല, നെഹ്റു അല്ല, വല്ലഭായ് പട്ടേലല്ല, സുഭാഷ് ചന്ദ്രബോസ് അല്ല. ആരാണ് മക്കളെ ആ നേതാവ്? മുസോളിനി അല്ല, ഹിറ്റ്ലർ അല്ല. ആരാണ് ആ നേതാവ്? ഒരൊറ്റ നേതാവ് മാത്രമേ യോഗ്യനായിട്ടുള്ളൂ. നാമൊക്കെ സാധാരണ പറയാറുണ്ടല്ലോ, വീരാ വീരാ നേതാവേ, ധീരതയോടെ നയിച്ചോളൂ. ഇതെല്ലാം സാങ്കേതിക താൽക്കാലിക അർത്ഥത്തിൽ പറയുന്ന നേതാക്കളാണ്. ആ കൂട്ടത്തിൽ നിന്ന് ഒരാളെ പിടിച്ചിട്ട് തങ്ങൾക്ക് അമീറാക്കി വെക്കുമ്പോൾ പറയുന്ന നേതാവാണ്. ഇതിൽ കവിഞ്ഞിട്ട് ആരെങ്കിലും വേറൊരാളെ അടിസ്ഥാനപരമായി നേതാവായി കണ്ടിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ ഹബീബല്ലാതെ മറ്റാരെങ്കിലും നേതാവായി കണ്ടിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ പരിധിയിൽ നിന്നവൻ പുറത്തുപോയി എന്ന ചിന്തയുണ്ടാകണം. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ് മക്കളെ നേതാവ്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുന്നു. എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ അടിവരയിട്ട് കേൾക്കേണ്ട കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം. CPM-ൽ പ്രവർത്തിക്കുന്നവരുണ്ടാകാം, CPI-ൽ പ്രവർത്തിക്കുന്നവരുണ്ടാകാം, കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവരുണ്ടാകാം, അതിൽ ആന്റണിയെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം, കരുണാകരനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം, കരുണാകരനെ ഇഷ്ടപ്പെടുന്നവരിൽ തന്നെ മുരളിയെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം, മുരളിയെ വെറുക്കുന്ന കരുണാകര പ്രേമികളുണ്ടാകാം. ഇവരൊക്കെ ഉണ്ടാകാം. മുസ്ലിം ലീഗുകാരനുണ്ടാകാം, ശിഹാബ് തങ്ങളെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം, കുഞ്ഞാലിക്കുട്ടിയെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം, ഷേഖ് സാഹിബിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം, അബ്ദുൽ നാസർ മൗദലിയെ ഇഷ്ടപ്പെടുന്ന PDP-കാരനുണ്ടാകാം. പക്ഷേ ഇതെല്ലാം എനിക്ക് പറയാനുള്ളത് മക്കളെ, ഞാൻ ഈ പേര് പറഞ്ഞ ഒരൊറ്റ വ്യക്തികൾക്കും മുസ്ലിം സമുദായത്തിന്റെ, മുസ്ലിം ഉമ്മത്തിന്റെ, ആത്യന്തികമായ മുസ്ലിം ഉമ്മത്തിന്റെ നേതാവാണ് ഇവരാരെങ്കിലും എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ, ഏത് നിലയിൽ രാഷ്ട്രീയമായിട്ടാകട്ടെ അല്ലാതെയാകട്ടെ, മുസ്ലിമിന് രാഷ്ട്രീയവും മതവും രണ്ടും രണ്ടല്ല. അങ്ങനെ കരുതുന്നത് വിഡ്ഢിത്തമാണ്, അങ്ങനെ പ്രചരിപ്പിക്കുന്നത് വിഡ്ഢിത്തമാണ്, അങ്ങനെ പ്രസംഗിക്കുന്നത് വിഡ്ഢിത്തമാണ്. റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടിക്കൊണ്ട് ഇന്ന സലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നമസ്കാരം, എന്റെ ഇബാദത്ത്, എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ ചലനം, എന്റെ നിശ്ചലനം, നേരം വിളക്കുമ്പോൾ ഞാൻ സൈക്കിളിൽ കയറി കരുതാകപ്പള്ളിയിലേക്ക് പോകുന്നത്, ഞാൻ കാറിൽ കയറി കരുതാകപ്പള്ളിയിലേക്ക് പോകുന്നത്, ഞാൻ കാളവണ്ടിയിൽ കയറി കരുതാകപ്പള്ളിയിലേക്ക് പോകുന്നത്, ഞാൻ നടന്ന് കരുതാകപ്പള്ളിയിലേക്ക് പോകുന്നത്, മാർക്കറ്റിലെത്തുന്നത്, ബിസിനസ് നടത്തുന്നത്, ബസ് സ്റ്റാൻഡിലെത്തിയിട്ട് ഉദ്യോഗ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നത്, ബസ് സ്റ്റാൻഡിലെത്തിയിട്ട് വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത്, ജോലി സ്ഥലത്തേക്ക് പോകുന്നത്,
എല്ലാം ഉണ്ടല്ലോ മക്കളെ. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, പൊതുപ്രവർത്തനം നടത്തുന്നത്, മഹല്ല് പ്രവർത്തനം നടത്തുന്നത്, ഞാൻ സാമുദായിക പ്രവർത്തനം നടത്തുന്നത്, എന്റെ എല്ലാ ചലനവും ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി, എന്റെ സർവസ്വവും ആർക്ക് വേണ്ടിയാണ്? ലില്ലാഹി റബ്ബിൽ ആലമീൻ. അനന്തവിശാലമായ വികായസിനെ സൃഷ്ടിച്ച ആ വികായസിൽ മിന്നിത്തിളങ്ങുന്ന അനന്തകോടി നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച, പച്ചപ്പെട്ടുപോലെയുള്ള പ്രവിശാലമായ ഭൂമിയെ സൃഷ്ടിച്ച, ഭൂമിയിൽ അങ്ങിങ്ങായി ആകാശം മുട്ടുയർന്നു നിന്നുകൊണ്ട് അമ്പിളിയമ്മാമനോട് തൊട്ടുരുമ്മി നിന്നുകൊണ്ട് മുത്തം കൊടുത്തുകൊണ്ട് അടക്കം പറയുന്ന പർവ്വതങ്ങളെ സൃഷ്ടിച്ച, ആ പർവ്വതങ്ങളുടെ അടിവാരത്തുകൂടി കളകളാരവം മുഴക്കിക്കൊണ്ടൊഴുകുന്ന കൊച്ചു കൊച്ചരുവികളെ സൃഷ്ടിച്ച, ആ അരുവികൾ ചെന്ന് പതിക്കുന്ന അലറി വിളിക്കുന്ന സമുദ്രത്തെ സൃഷ്ടിച്ച, ആ സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ ഒളിയിട്ട് നീങ്ങുന്ന മത്സ്യങ്ങളെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ ഹരിതാഭമാക്കിയ കൊടുങ്കാടുകളെ സൃഷ്ടിച്ച, ആ കാടുകളിലെ ഗർജിക്കുന്ന സിംഹങ്ങളെ, ചിഹ്നം വിളിക്കുന്ന കാട്ടാനകളെ, അലറി വിളിക്കുന്ന ചെമ്പുലികളെ, അവയുടെ കാലിന്റെ കീഴിൽ ചവിട്ടി ഭരിക്കപ്പെടുന്ന കോടാനുകോടി ചെറിയ ചെറിയ ജീവികളെ എല്ലാത്തിനെയും സൃഷ്ടിച്ച, സർവ്വതിനെയും സൃഷ്ടിച്ച, സർവ്വതിനെയും പരിപാലിക്കുന്ന, സർവ്വതിനെയും സംരക്ഷിക്കുന്ന, ഉദ്ദേശിക്കുമ്പോൾ സർവ്വതിനെയും സംഹരിക്കുന്ന സർവേശ്വരനും സർവജ്ഞനും സർവ്വലോക സംരക്ഷകനും സർവാധിപതിയും സർവ്വലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവും സർവഗുണ സമ്പൂർണനുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തുണ്ടല്ലോ, ആ അല്ലാഹുവിന് മാത്രമാണ് എന്റെ സർവസ്വവും. ഇത് യഥാർത്ഥത്തിൽ അടിയുറച്ച് വിശ്വസിച്ചാലേ ഒരാളെ മുസ്ലിമാവുകയുള്ളൂ. അല്ലാഹു കുറച്ച് ചെയ്യും, അല്ലാഹു കുറച്ച് സഹായിക്കുന്നുണ്ട്, പിന്നെ കുറച്ച് പഞ്ചായത്ത് മെമ്പർ സഹായിക്കുമെന്ന് കരുതിയാൽ പോയി. അല്ലാഹു കുറച്ച് സഹായിക്കും, പിന്നെ കുറച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് സഹായിക്കുമെന്ന് കരുതിയാൽ പോയി. അല്ലാഹു കുറച്ച് സഹായിക്കും, പിന്നെ കുറച്ച് സഹായിക്കുന്നത് MLA ആണെന്ന് കരുതിയാൽ പോയി. അല്ലാഹു കുറച്ച് സഹായിക്കും, ബാക്കി മന്ത്രിയുടെ കയ്യിലാണെന്ന് വിചാരിച്ചാൽ പോയി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് വിശ്വസിക്കുന്നവരാണ് മുസ്ലിം. യാതൊരു കാര്യങ്ങളും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമല്ലാതെ നടക്കുന്നില്ല. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമല്ലാതെ ഒരു ചെറിയ വസ്തു പോലും ചലിക്കുന്നില്ല. ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എന്റെ മുന്നിൽ കിടക്കുന്ന ഒരു മണൽത്തരി 1 ഇഞ്ച് മുന്നോട്ട് നീങ്ങണോ, റബ്ബിന്റെ കോടതിയിൽ തീരുമാനമെടുത്താലല്ലാതെ നീങ്ങുകയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അബ്ദുൽ നാസർ മഅ്ദനി പ്രസംഗിക്കുമ്പോൾ മഅ്ദനിയുടെ ഇടത് കൈ മുന്നോട്ട് ചലിക്കുന്നു, ചലിപ്പിക്കുന്നത് റബ്ബാണ്. വലത് കൈ ചലിക്കുന്നു, ചലിപ്പിക്കുന്നത് റബ്ബാണ്. മഅ്ദനിയുടെ ഇടത് കാല് ചലിക്കുന്നു, ചലിപ്പിക്കുന്നത് റബ്ബാണ്. മഅ്ദനിക്ക് വലത് കാല് ചലിപ്പിക്കണ്ട എന്ന് തീരുമാനിച്ചതാരാ? അതും